ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു കഴിവേറിയ പരിചയപ്പെടുത്തരാം. ഈ പേര് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയേ. ഈ സ്ത്രീ ആരാണെന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എടാ, ഈ സ്ത്രീ ആരാണെന്ന് പറഞ്ഞാൽ നിനക്കറിയാം. ഓക്കെ, നീ ആരാണെന്ന് അറിയത്തില്ല, മരകൂടെ എന്ത് ഒരു ബിഗ് ബോസ് അങ്ങനത്തെ പരിപാടിയിൽ 4-5 ദിവസം പോയി കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കേരളത്തിലുള്ള അമ്മമാര് എല്ലാവരും കേൾക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. കേൾക്കണം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ, നമുക്ക് നോക്കാം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, എന്റെ മകനാണ് എനിക്ക് പീരീഡ്സ് ആകുന്ന സമയത്ത് എനിക്ക് പാഡ് വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിരുന്നത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. പിന്നെ ഉണ്ടാക്കാനാടാ നീ എന്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ തോന്നിവാസം എഴുതിയിട്ടത്? സ്വന്തം അമ്മയ്ക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് മകൻ പേഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം. എന്റെ ഭാര്യയ്ക്ക് ഞാൻ പേഡ് വാങ്ങി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ആവശ്യങ്ങൾ പേഡ് വാങ്ങുന്ന സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിലും ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുത്തേക്കാം. എടേ, അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? നിന്റെ ഈ ഉമ്മാക്കി നിന്റെ വർത്തമാനം കേട്ടിട്ടൊന്നും അവരെ അതൊന്നും ബാധിക്കത്തില്ലടാ. മൈ ഇത്രയും കഴിവുള്ള മക്കളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, കിട്ടിക്കോളൂ. ഓക്കെ, നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നിന്റെ ആ പേര് കണ്ടാലേ, പേര് കേട്ടാലേ അറിയാം നീ സംസ്കാരമില്ലാത്ത കുടുംബമാണെന്ന്. അങ്ങനെ കിടന്ന വൃത്തികെട്ട നാറി. നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള നിന്നെ സൂക്ഷിക്കണം. അതായത് നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള സ്ത്രീകൾ ഇവനെ സൂക്ഷിക്കേണ്ടി വരും. കാരണം ഇവന്റെ മനോഭാവം മനസ്സിലാക്കണം. അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും. സ്വന്തം അമ്മയ്ക്ക് പേര് വാങ്ങിച്ചു കൊടുക്കുന്ന മകൻ അവൻ മാതൃകാപരമായിട്ട് മകനാണ്. അത് മാത്രമല്ല, പീരീഡ്സ് ആവുന്ന സമയത്ത് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ട് അവന് മനസ്സിലാവുമായിരുന്നു, അമ്മ പീരീഡ്സ് ആണോ, അമ്മ കിടന്നോളൂ. അതെനിക്കിഷ്ടമില്ല. ചേച്ചിക്ക് പീരീഡ്സ് ആണോ എന്ന് ചേച്ചിയുടെ മകൻ ചേച്ചിയുടെ മുഖം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ അവൻ അത്രയും കഴിവുള്ളവനാണെങ്കിൽ അവൻ ഭയങ്കര കഴിവേറിയാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒന്നുകളഞ്ഞോ പൊന്തി. അയ്യോ, ഊഹിക്കുന്നുടാ പട്ടി. എടാ, തന്തയില്ലാത്തവനെ, നായിന്റെ മോനെ, പൂമോനെ, മറ്റേ മറിച്ച മോനെ എന്നൊക്കെ എനിക്ക് നിന്നെ കഴിവേറി എന്നുള്ള അടക്കം നിന്നെ വിളിക്കണമെന്ന് എനിക്കുണ്ട്. മോനെ അവനെ നമ്മൾ ഇവിടെ നിർത്തേണ്ട ആളല്ല, അവനെ കുറച്ചുകൂടെ വലിയൊരു സ്ഥലത്തേക്ക് വിടേണ്ട ആളാണ്. കാരണം സ്വന്തം ജനിപ്പിച്ച അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, ആ എക്സ്പ്രഷൻ നോക്കിയിട്ട് അമ്മയ്ക്ക് ആർത്തവമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കള് ഒരു 5%. എന്താ പ്രായം കിട്ടിയില്ല? എന്ത് പ്രായം അതൊക്കെ നിൽക്കുന്നു?